Hi guys. So this is a biochemistry important question. Every alternative papers they ask about this topic. Read the question. A 3-month-old baby presents with developmental delay, seizures on the musty order of the urine. Okay. So by now you will have guessed the diagnosis. Child has fair skin, light hair compared to the parents. What is the most appropriate initial management? That's the question. About ഇവിടെ question, the topic is about PKU. എന്താണ് ഈ PKU? Phenyl ketonuria. നോർമലി നമ്മളൊരു പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്? അമൈനോ ആസിഡ്സ്. അപ്പോൾ അതിലൊന്നാണ് ഫീനൈൽ എലാനിൻ. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ ഫീനൈൽ എലാനിൻ ലിവറിൽ ചെന്നിട്ട് ഒരു എൻസൈമിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട്, ദാറ്റ് ഈസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം, ഇതാണ് ഞാൻ മലയാളത്തിൽ സംസാരിച്ച പ്രശ്നം, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി എൻസൈം ഫീനൈൽ എലാനിൻ ഹൈഡ്രോക്സിലേസ്, this phenyl alanine is converted into tyrosine. This much clear? ഇപ്പോൾ ഈ ടൈറോസിൻ, അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ ഒരു കൺവേർഷൻ ബോഡിയിൽ നടക്കുന്നതെന്ന്. ബിക്കോസ് ടൈറോസിൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ മെലാനിൻ. നമ്മുടെ സ്കിൻ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ കണ്ണ്, ഹെയർ, അതിൻ്റെയൊക്കെ പിഗ്മെൻറ്റേഷന് മെലാനിൻ ആവശ്യമാണ്. അതിൻ്റെ പ്രൊഡക്ഷന് ടൈറോസിൻ വേണം. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ടൈറോസിൻ വേണം. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ ഒരു എൻസൈമിലെ PAH, ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, ജനറ്റിക്കലി കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഫീനൈൽ അലാനിൻ വിൽ നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ടൈറോസിൻ. അണ്ടർസ്റ്റുഡ്? ആൻഡ് ദിസ് ക്യാൻ കോസ് buildup of phenylalanine in the body. Phenylalanine ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ഈ ഒരു ബിൽഡപ്പ് കാരണം the child will have certain features. ഈ ഒരു കണ്ടീഷനെയാണ് ഞാൻ ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുക. ദിസ് മച്ച് അണ്ടർസ്റ്റുഡ്? ഓക്കെ. ആൻഡ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഈ ഒരു റിയാക്ഷൻ്റെ കോ-ഫാക്ടർ BH4 ആണ്. ഓക്കെ. കോ-ഫാക്ടർ മീൻസ് കോമ്പണൻറ്റ് വിച്ച് ഹെൽപ്പ് ദി എൻസൈം ടു ഡു ഇറ്റ്സ് ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ വി ആസ്ക് ദം നോട്ട് ടു ടേക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ്. കാരണം പ്രോട്ടീനിലുള്ള ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമൈനോ ആസിഡിനെ കൺവേർട്ട് ചെയ്ത് ടൈറോസിൻ ആക്കാൻ ആ കുട്ടികൾക്ക് പറ്റില്ല. ഈ ഒരു ജനറ്റിക് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾക്ക്, ജനറ്റിക് ഡിഫക്റ്റ് മീൻസ് ഈ കുട്ടികളിൽ എൻസൈം ഡെഫിഷ്യൻ്റ് ആയിരിക്കും. PAH എന്ന് പറയുന്ന എൻസൈം ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ വി ആർ ഗോയിങ് ടു ആസ്ക് ദ ചിൽഡ്രൻ ഡോണ്ട് ടേക്ക് പ്രോട്ടീൻ റിച്ച് food, or the child should be on a low phenylalanine diet. Understood? So in the detailed video I've put, kindly watch that. Bye bye.